ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പ്ലാന്റിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല. ഇത് ഞങ്ങൾ പാറോത്ത് എന്നിട്ട് പറയാം. പാറോത്തിൻ്റെ ഇല എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇത് തോട് വക്കിലും അതേപോലെ മതിലുമലൊക്കെയാണ് ഇത് ഉണ്ടാവുക. ഇത് പണ്ടൊക്കെ ഇത് നമ്മുടെ ഈ ഒരു പണ്ടത്തെ വീടുകളിലൊക്കെ എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പാത്രങ്ങൾ കഴുകാനും അതുപോലെ നമ്മുടെ ഈ മരത്തിൻ്റെ നനച്ചുള്ളിപ്പണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ പോളിഷ് ചെയ്യാത്ത വാതിലൊക്കെ അല്ലേ, അതൊക്കെ തേച്ച് ഉരച്ച് കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു. ദൂരമുള്ളൊരു സംഭവമാണ്. ഞങ്ങളിതിന് പാറോത്ത് എന്നാട്ടോ പറയാം. നിങ്ങളൊക്കെ എന്താ പറയാമെന്നറിയില്ല. എല്ലാവരും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ചോരമുള്ള സംഭവമാണ്. നല്ലോണം ക്ലീൻ ആവും കേട്ടോ. അതുകൊണ്ട് തേച്ച് ഉരച്ച് കഴിക്കാൽ നനച്ചുള്ളിപ്പണിക്ക് അന്നൊക്കെ മെയിനായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പം നമ്മളിത് ഉപയോഗിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വാതിലുകളൊക്കെ പോളിഷ് ചെയ്തതാണല്ലോ. എന്നാലും നമ്മൾ ടൈലുമിലൊക്കെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. ഇത് ഇവിടെ 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ മതിൽമേലൊക്കെ ഉണ്ട്. ഇതൊക്കെ വെട്ടിക്കളയണം. കാരണം മതിൽ പൊട്ടുന്ന് വിചാരിച്ചിട്ട്. അപ്പുറത്തുള്ള ഇവിടെ താഴത്താണുള്ളത്. ഇത് എന്തായാലും പറയാം, അത് ഞാൻ എന്തായാലും വെട്ടിക്കളയും. കാരണം ഇതിവിടെ നിർത്താൻ പറ്റില്ലല്ലോ. ചെടീൻ്റെ ഇടയിലാണുള്ളത്. തൊടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇത് മുറ്റത്താണ്. അതുകൊണ്ട് ഇത് ഞാൻ കളയും. ഒരുപാട് പ്രാവശ്യം ഇത് വെട്ടിക്കളഞ്ഞതാണ്. വീണ്ടും അങ്ങനെ ഉണ്ടായി വന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരടുത്തൊക്കെ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഇതേപോലെ വീടുകളിലൊക്കെ ഉപയോഗിച്ചവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ആകെ 4 മിനിറ്റേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. ജസ്റ്റ് ബേസിലൊന്നും അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അല്ലാതെ നമ്മളെ വാതിലൊക്കെ പോളിഷ് ചെയ്തതായതുകൊണ്ട്, നമ്മൾ പോളിഷ് മാത്രമല്ല പെയിൻറ്റും കൂടെ ചെയ്തതായതുകൊണ്ട് നമുക്കിത് ഉരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കിച്ചൺ സിങ്ക് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. അന്നൊക്കെ എനിക്ക് ഇതൊരു നൊസ്റ്റാൾജിക്ക് ഫീലാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ. കാരണം അന്ന് തറവാട്ടിലായ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ നിലത്ത് പലകട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ ആ പലകയൊക്കെ ഇതേറ്റിട്ടാണ് ഉരച്ചിട്ട് കഴുകൽ. അതേപോലെ വാതിൽ, ജനൽ ഒക്കെ ഇതേറ്റാണ് ഇങ്ങനെ ഉരച്ച് കഴുകുക. ഇതിൻ്റെ സിങ്ക് കണ്ടോ, ഈ സൈഡിലൊക്കെ ഒരു ഇതുണ്ട്, ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് ഞാൻ ഇത് മാത്രം ഇതാക്കിയിട്ടാണ്. സാബൂനും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല കൂട്ടും. സാബൂൻ എന്ന് വെച്ചാൽ നമ്മൾ തിരുമ്പുന്ന സോപ്പ് കണ്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുക്കാമെന്ന്. അന്നൊക്കെ ഈ ലിക്വിഡുകളും അതേപോലെ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കലില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അന്നൊക്കെ അധികം വെണ്ണീറും ഈ സംഭവം ഒക്കെയാണ് അധികം തേച്ച് കഴുകാനൊക്കെ ഉപയോഗിക്കുക. വെണ്ണീരുകൊണ്ടൊക്കെ തേച്ച് നല്ല നിറമാണല്ലോ പാത്രങ്ങളൊക്കെ. ഇപ്പോൾ പിന്നെ ഞാനും ഉപയോഗിക്കില്ല കേട്ടോ. ഞാനും ഉപയോഗിക്കൽ എക്സോ അതേപോലെ അങ്ങനെയുള്ള ഡിഷ് വാഷ് സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കൽ. ഇങ്ങനത്തെ സംഭവമൊന്നും ആരും ഉപയോഗിക്കുന്നേ ഉണ്ടാവില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഈ സംഭവങ്ങളൊന്നും. ഇപ്പം അപ്ഡേറ്റുള്ള സംഭവങ്ങളാണല്ലോ എല്ലാവരും ഉപയോഗിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മളിതുകൊണ്ട് ഉരയ്ക്കുമ്പം തന്നെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ പോരുന്നുണ്ട്. നല്ല നിറമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തൊടിയിലും പറമ്പിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിതേപോലെ വാതിലും ചുമരൊന്നും ഉരയ്ക്കേണ്ട. കാരണം പോളിഷ് ചെയ്തുള്ള വാതിലും ചുമരൊക്കെ ആകുമ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത വയ്ക്കുമല്ലോ. എന്തായാലും ചീത്ത പറയല്ലോ ഭർത്താക്കന്മാർ. അപ്പം എന്താണ് അയിമലേക്ക് എന്തായാലും ചെയ്യേണ്ട. നമ്മൾ ഇതേപോലുള്ള സിങ്ക്, ബേസിന്, ടൈല് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഉരച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളവർ വീട്ടിൽ പറമ്പിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ. മാക്സിമം ആൾക്കാർ ഉപയോഗിച്ചവർ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പേര് എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ഞങ്ങളിതിന് പാറോത്തിൻ്റെ ഇല എന്നാണ് പറയുക. പാറോത്തിൻ്റെ ഇല ഇതേപോലെ തോടിൻ്റെ വക്കിലാണ് ഉണ്ടായിരുന്നത്. വലിയൊരു മരമായിട്ടാണ് എൻ്റെ തറവാടിൻ്റെ തോടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എന്താണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് കുറേ വ്യൂസൊക്കെ ഉണ്ടാകലുണ്ട്, പക്ഷേ ലൈക്ക് വളരെ കുറവാണ് ഉണ്ടാകൽ. അപ്പം ഈ വീഡിയോക്ക് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ അല്ലേ.